ഇടോട്ടോ, പത്രം പിടിച്ചേക്കാം. ചീരല്ലേ? പക്ഷെ കാണാൻ കുറച്ച് ഭംഗിയുണ്ടല്ലോ. എങ്ങനെയുണ്ട് ചീര? നമ്മിപ്പോൾ ഉള്ളത് പനമ്പള്ളി നഗറിൽ മമ്മൂട്ടിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണേ. മമ്മൂട്ടീസ് ഹൗസ്. ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പനമ്പള്ളി നഗറിൽ വന്നതാണ്. അപ്പോൾ അവരെല്ലാവരും പനമ്പള്ളി നഗറിൽ എവിടേക്കോ ഉണ്ട്. ഞാൻ അവരെ മീറ്റ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ടൈം ഞാനായിരുന്നു ഫസ്റ്റ് എത്തിയത്. അതുകൊണ്ട് ഈ ടൈം ഞാനാണ് ലാസ്റ്റ് എത്തുന്നത്. 5 മണിക്കായിരുന്നു നമുക്ക് മീറ്റപ്പ് ഉണ്ട് പറഞ്ഞേച്ചത്. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ മാത്രമേ നമ്മൾ ലേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ലേറ്റായാൽ ശരിയാവില്ല. നമുക്ക് അവരുടെ അടുത്തോട്ട് പോവാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. സെവനുണ്ട്. സെവനാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. എനിക്കിന്ന് വണ്ടി ഓടിക്കാനൊക്കെ നല്ല മടിയായിരുന്നു. അപ്പോൾ സെവൻ പറഞ്ഞു സെവൻ ഡ്രോപ്പ് ചെയ്ത് തരായിരുന്നു. അങ്ങനെ നമുക്ക് ഇനി അവരെ കാണാം. അവരെന്നോട് പറഞ്ഞത് ഒരു പനമ്പള്ളി നഗറിലെ പാർക്കിലുണ്ടെന്നാണ്. നമുക്ക് പോയി നോക്കാം. ഞാൻ അവരൊരിടത്തും കണ്ടില്ല കേട്ടോ, നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിളിച്ചു നോക്കട്ടെ. അവരെ വിളിച്ച് അപ്പോൾ കിട്ടി. ഒരു മീൻസ് വോക്കിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. അവിടെ നോക്കൂ, ശാലിനി. ഇവളെന്തെങ്കിലും നോക്കണം. മക്കളവരിവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഐശുവിൻ്റെ ബർത്ത്ഡേ ഇന്ന് ലാസ്റ്റ് മെയിൽ. അപ്പോൾ ഐശു നാട്ടിലുണ്ടാകാൻ കൊണ്ടിട്ട് നമുക്ക് ഐശുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐശു നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മീറ്റപ്പിൻ്റെ ടൈമിൽ നമ്മൾ ഐശുവിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിവിയ കേർച്ച് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത്. അപ്പോൾ ഐശു വരുമ്പോൾ നമുക്കിത് ഐശുവിനെ കൊണ്ടിട്ട് അൺപാക്ക് ചെയ്യാം. കൊടുക്ക് ഇത് ഞങ്ങളുടെ വക ഐശുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ്. അൺപാക്ക് ചെയ്യും. ശരിക്ക് ഇതിട്ടിട്ട് ഞങ്ങൾക്കൊരു ഫോട്ടോ അയക്കണേ. താങ്ക് യു. അയ്യോടാ ആണ് വ്ളോഗായിരുന്നു. സുഖമല്ലേ ശാലിനി? കഴിഞ്ഞ വ്ളോഗിലില്ല ആൾക്കാരാണ് ശാലിനിയും ലിതിയും. എന്താ പറയാ, ഒരു ക്രാക്ലിംഗ് സ്പിനച്ച് ചിക്കൻ, 2 അമേരിക്കൻ ചോപ്സ്റ്റിക്, പിന്നെ മിങ്സ് വോക്ക് സ്പെഷ്യൽ നൂഡിൽ ചിക്കൻ ഒന്ന്, അതൊന്ന്, പിന്നെ സാലഡ്, ചിക്കൻ സാലഡ്. ബാക്കി നോക്കിയിട്ട് പറഞ്ഞു. എന്താ പറയണെന്ന് അറിയണ്ടേ? ഇതെന്താ അല്ല ഐശ്വര്യ വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ? എല്ലാം കറക്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോയില് എല്ലാരും ഇൻട്രോവേർട്ട് ആയിരുന്നു. പക്ഷെ ഞാൻ ഇൻട്രോവേർട്ട് അല്ല. ഇവള് ഇൻട്രോവേർട്ട് അല്ല എന്നുള്ളത് കൺഫേം ചെയ്തു. പറയൂ, താങ്കൾ ഇൻട്രോവേർട്ട് ആണ്? അതെ.
റിയ ഓൾറെഡി ഇൻട്രോവേർട്ട് ആണെന്നുള്ളത് പറഞ്ഞായിരുന്നു. പ്ലേറ്റ് വന്നു അതെ അത് പ്ലേറ്റ് ഇല്ല, വേറെന്തോ കൂടെ വന്നു. ഐശൂതെന്തായിട്ട് ഇതില് മറ്റേ ഡ്രം ചിക്കൻ ഹെവൻ സ്പെഷ്യൽ. ഇൻട്രോവേർട്ടാണ്. അതെല്ലാം എടുത്തോട്ടെ ചിക്കൻ കാല അല്ല എനിക്ക് നീ എങ്ങനെ എടുക്കുന്ന കൈ കൊണ്ടാണ് ഞാൻ എനിക്കെടുക്കാൻ അറിയില്ലടി. കൈ കൊണ്ടങ്ങെടുക്ക്. അല്ല ട്രൈ ചെയ്തോക്കാം. അങ്ങനെ എടുത്തപ്പോ താഴെ വിടോട്ടോ, പത്രം പിടിച്ചേക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നീ ആരുടെ പോർക്ക് വെച്ചാ തിന്നുന്നത്? ആരുടെങ്കിലൊക്കെ ആയാ പോലെ. ടേസ്റ്റ് ഉണ്ട്. അതിലെ ഗ്രേവി മൊത്തം ടിഷ്യൂല് കളയും. ചിലപ്പോ അങ്ങനെ ആയിരിക്കോട്ടെ എടുക്കണ്ടൊക്കെ. എങ്ങനെ ഒരു കടി എല്ലാരും ഓരോ കടി ഇങ്ങനെ ഇതെന്താ സാലഡ്? ചിക്കൻ സാലഡ്. എന്താ എന്തോ സാധനം ക്രിസ്പി ഇത് ക്രാക്ലിംഗ് സ്പിനച്ച് ചിക്കനും ഇത് ചിക്കൻ സാലഡ്. ഫോട്ടോ എടുത്തായിരുന്നു, പിക്ക് എടുത്തായിരുന്നു. എന്നിട്ട് ഇപ്പം എന്താ ചെയ്യണ്ട? ഞാൻ കുറച്ച് തന്നെ തരടാം. ഓക്കെ, റെക്കോർഡിങ്. അതെ മനസ്സിലായി. എന്ത് ചെയ്യാനാ, ഗതികേടായി പോയില്ലേ. സഫാനിയുടെ ഫ്രണ്ട് ആയതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. നോക്കി എടുത്ത് തിന്നുന്നത് കൊള്ളാം. എനിക്ക് കിട്ടിയ സാധനം നോക്കിയത് അപ്പുറത്ത് ഇത് അങ്ങോട്ട് വയ്ക്കാം. നടുക്കിലൊക്കെ എടുത്തു പോയതാണ് ഗൈസ്. നിങ്ങളുടെ എങ്ങനെയുണ്ട് സഫാനെ? ഒരു പ്രത്യേക ദിവസമല്ലേ?
ലെമണിൻ്റെ ഒക്കെ ഒരു സോന ലിദ്യ എങ്ങനെയുണ്ട്? ഐശ്വര്യ ആദ്യത്തെ സൈലന്റ് ആയിട്ട് കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ചീരയല്ലേ പക്ഷെ കാണാൻ കുറച്ച് ഭംഗിയുണ്ടല്ലോ. ഓക്കെ ആദ്യം ചീര ടേസ്റ്റ് ചീരത്തിന് മധുരോ നമുക്ക് കഴിയാറാകുമ്പോ പഴസല് മാറിയാ എനിക്ക് കഴിക്ക് നോക്കട്ടെ. ഇത് നമ്മുടെ മറ്റേ ബജിയുടെ ഒക്കെ ഒരു കവറിങ് പോലെ. സോറി എനിക്കിത് വെച്ച് കഴിക്കാൻ വലിയ ഐഡിയ ഇല്ല. ഇതിനുള്ളിൽ ചിക്കനാണോ? അല്ല ചിക്കനല്ലേ എന്നാണ്. പക്ഷെ ചീരമുള്ള എനിക്ക് ചീര ഇഷ്ടപ്പെട്ട്. എനിക്ക് ചീര മധുരം എടാ അതല്ല വെജിറ്റബിൾസ് കൂട്ടാത്തതാണ്. ചീര കുറച്ച് ഡിഫറെന്റ്. ആരെടുക്കുന്നു? എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ട്. ചീര? മധുരം നല്ല മധുരമുണ്ട്. ചീരക്ക് സാധാരണ വീട്ടിലെ ചീര പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ട്യൂട്ടോറിയലാണ്. ട്യൂട്ടോറിയലിനൊടുവിൽ അതെന്താണ് വീഡിയോ നോക്കിയപ്പോ പിന്നെ പോർക്ക് വെച്ചോണ്ടേക്ക് ഇത്ര നേരം കൈ വെച്ച് കഴിക്കണേ. കൈ സൂം ചെയ്ത് കാണിച്ചത് ചുരുട്ടി പിടിക്കണ കൈയൊക്കെ. രണ്ടും ഇതിന്റെ പേര് അമേരിക്കൻ ചോപ്സ്. അമേരിക്കൻ ചോപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ കേട്ടോ. ഞാൻ ബുൾസൈ മൊത്തം ഉള്ളതിലോട്ട് ഇട്ടേ അതിൻ്റെ അകത്ത് നടത്തോട്ടെ. എനിക്ക് ബുൾസൈ ഇത് ഐശ്വര്യം കൊടുക്കും. ബുൾസൈ നിങ്ങൾ വിരിച്ചോട്ടോ. എനിക്ക് ബുൾസൈ വേണ്ട. വേണ്ടേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആണോ? ആർക്കെങ്കിലും ബുൾസൈ വേണോ? സെഫാനിയൊക്കെ ഒറ്റയ്ക്ക് ബുൾസൈന്ന്. എന്താണ് നിങ്ങളോട് ചിരിക്കണത്? ലിതിയനെ കിട്ടണില്ലേ ഇതിലോട്ട്? ലിതിയ നൈസിലല്ലേ മുങ്ങളാണ്. അമേരിക്കൻ ചോപ്സി കൊള്ളാല്ലേ? ഞാൻ എടുക്കാം. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി. ഞാൻ നാളെ രാവിലെ 5 മണിക്കത്തെ ട്രെയിനിൽ പോകും. അടുത്ത മാസം ഓഗസ്റ്റില്. ഓണത്തിന് മുന്നേ വരും. ഓഗസ്റ്റിൽ വരും. എന്നാ ഫസ്റ്റ് ഇയർ ഞാനേ നടക്കാതെ സത്യത്തിൽ ഇങ്ങനെയായിരുന്നു എടുക്കേണ്ടത്. നമുക്കറിയില്ലല്ലോ.
അവരെടുക്കണണ്ട ഇങ്ങനെയായിരുന്നു ലതിയ അത് നോക്കൂ എടുക്കുന്നത് ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതൊക്കെ കളിച്ച് പക്ഷെ നമ്മളെടുത്തത് ഒരു ഫോർക്ക് കൊണ്ടാണ് നമ്മളെടുത്തത്. അതുമല്ല ആ സാധനം മിക്സ് ചെയ്തിട്ടായിരുന്നു എടുക്കേണ്ടത്. നമ്മൾ നമ്മൾ മേളിൽ നിന്ന് മാത്രം ഇങ്ങനെ കോരി കോരി അത് ഒന്നും കൂടെ 70. ഇതില് ചീരയുണ്ട്. നേരത്തെ ചീര കഴിച്ചപ്പോഴേക്കും ചീരയുടെ ടേസ്റ്റ് തോന്നിയില്ല. പക്ഷെ ഈ ചീരയുടെ ടേസ്റ്റ് തോന്നുന്നുണ്ട്. കിട്ടിയ ഇല്ല കയ്പ. ഇതാരും വാരി വലിച്ച് തിന്നണ്ട നല്ല രൂപ. ഇത് ബാക്കി വരുമെന്നോ ബാക്കി ഞാൻ എല്ലാം സ്പ്ലിറ്റ് ചെയ്തല്ല പുള്ളി എല്ലാം ഇട്ടില്ലേ. മതി മതി നല്ല എരിവ. എന്താ പാഷൻ ഫ്രൂട്ടും ജിഞ്ചർ ലൈം ജിഞ്ചർ കൂടി ടേസ്റ്റ് ചെയ്തോട്ടെ. ലിപ്സ്റ്റിക്ക് കൊള്ളാം. മധുരം ഇച്ചിരി കുറവാ. മധുരം ഉണ്ടെന്ന് നീ ഇളക്കി നോക്ക്. മധുരമുണ്ട്. പോടിയൊന്നും ഇളക്കത്. സോറി ഇളക്കിയില്ലായിരുന്നു. ആ ബില്ല് ഒന്ന് പോവാ പോകാൻ പറഞ്ഞു. വരണ്ടേ? ഇഞ്ചി 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 കുടിച്ചു നോക്കിയാ അതാ ഞാൻ നോക്കാം. തിരിച്ചാ എന്താ വേണ്ടാത്തത് എനിക്ക് നന്നായി ഊള. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാട്ടെ, ഇളക്കിയപ്പോ കൊള്ളാം. ഇതിനാണോ നീ മധുരമില്ലെന്ന് പറഞ്ഞത്? ബ്ലഡി ഒടുക്കത്ത മധുരം. ഇളക്കിയില്ലായിരുന്നു. എടാ പൊട്ടന്മാര്, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞതേ ഇങ്ങനെ മുട്ടിക്കാനല്ല. റീലിടണ നേരെ ഈ വീഡിയോ ഇടണ ഇങ്ങനെ ചരിച്ചെടുക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. പക്ഷെ അത് ഇങ്ങനെ എടുത്തേക്കണത്. അവിടെ അത് കാണിച്ച് ആ 2 പ്രാവശ്യം മുട്ടിച്ചൊന്ന് കാണിച്ചു. പക്ഷെ അത് നേരെ കിട്ടിയിട്ടുണ്ട്. വയറൊക്കെ കത്തുന്ന ഈ സാധനം. അവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ശലുമോ. അതെ, നല്ല ഫുഡായിരുന്നല്ലേ? യെസ്, അടിപൊളി ഫുഡായിരുന്നു. ഇതിപ്പോ എന്തോ പെയ്ഡ് പ്രമോഷൻ പോലെ ഉണ്ട്. ഇല്ല, നല്ല ഫുഡായിരുന്നു. കണ്ടോ, പാർസലൊക്കെ വാങ്ങിച്ച് വീട്ടിലത്തേക്കും കൂടെ അല്ലേ. അവിടെ ഒക്കെ ഷിഫൂസിലൊക്കെ ഒടുക്കത്തെ തിരക്കാണല്ലോ. എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണമെന്ന് കുറച്ച്. ഫ്രീ ഇപ്പോഴാണ് വന്നത്. ബിസികളായിരുന്നു. റിയ ക്യാമറ കണ്ടുമ്പോഴേക്കും പിന്നെ ഒന്നും മിണ്ടൂല. റിയ കുറച്ച് തിരക്കായോണ്ട് വൈകി വരാൻ പറ്റുള്ളൂ.
ഈ സാധനം ഇത് സ്റ്റുഡിയോന്നാണ് ഈ സെയിം സ്റ്റുഡിയോയില് കണ്ടത് സ്റ്റുഡിയോന്നാണ് അല്ല അല്ല ഞാൻ സെയിം സ്റ്റുഡിയോയില് കണ്ടിട്ട് മേടിക്കാൻ ഞാൻ എന്റെ ഓഫീസിൽ ഞാൻ മേടിക്കാൻ എല്ലാം അവിടെ ഉണ്ടാവും എടുത്തെടുത്ത് യൂട്യൂബെല്ലാം നാളെ വരും ഇവിടെ ഇരുട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കൊള്ളാം. ആ പോസ്റ്റിന്റെ അടിയിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി ബാക്ക്ഗ്രൗണ്ട് നല്ല നല്ല സൂപ്പർ ബാക്ക്ഗ്രൗണ്ട്. തമ്മില് വേണം, അതിനാണല്ലോ സെൽഫി എടുക്കുന്നത്. എന്റെ നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള പിള്ളേരാണ് നോക്കിക്കേ. വ്ളോഗിന് തമ്മില് വേണ്ടെന്ന് എന്നെ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ ഫോണില് സെൽഫി എടുത്തോ? ഇതില് സെൽഫി ബാക്ക് ക്യാമറ ഞാൻ കവർ മാറ്റി കുറച്ച് ആ സ്കൂട്ടറില്ല കാരണം അണ്ട് മറ്റേ CID മുസയില് അത് പോണ പോലെ വണ്ടി വരുന്നടാ. എന്നോണ്ട് കാറ് പോണ്ടേ. നെല്ല് കണ്ട ഇപ്പൊ തീർന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാം. റീലൊന്നും എടുത്തില്ലേ? ഇല്ല. ഐശ്വര്യ തെളിയിക്കാനുള്ള അവസരം കൊടുത്തു. ഇപ്പൊ എങ്ങോട്ടാ പോണത്? വീട്ടിലോട്ടോട്ടല്ലേ? ഐശുവിന് ഡ്രസ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ പോകാൻ പോണേ. ശാലിനി ടാറ്റ പറ. ശാലിനി അയ്യോ അവളെ കാണാനില്ലല്ലോടി. സ്ലിപ്പായത് ഇല്ല. ശവനെ വിളിക്കട്ടെ. ബൈ 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 ബൈ. അയ്യോ ഇരുട്ടാണ്, കാണാനൊന്നും പറ്റുള്ള. എന്നാലും ടാറ്റ. എല്ലാരും പോണാണ്. ഓക്കോ ബൈ. വേണ്ട വേണ്ട പൊക്കോ. സൗണ്ട് വരും ഇപ്പൊ. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ഗൈസ്. അവസാനം ഞാൻ ഒറ്റക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സവിൻ വരുന്നവരെ ഞാൻ പോസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നടക്കാണ്. ഞാനിപ്പോൾ സ്റ്റാർബക്സിൻ്റെ അവിടെ വന്ന് നിൽക്കണതാണ്. സവിന് അടയാളം പറഞ്ഞു കൊടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം വേണ്ടേ? ഇതാകുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാകും. ഇപ്പം വരാമെന്നാണ് പറഞ്ഞത്. അവിടെ പോയിച്ചേ. അതെ അതെ, ഞാൻ വെറുതെ അവിടെ നിന്ന് ബോറടിക്കുന്നില്ലെന്ന് വിചാരിച്ചു നടന്നത്. എന്താ കിലോമീറ്റർ 10 കിലോമീറ്റർ വ്ളോഗ് ഓഫ് ആക്കിട്ട് പറഞ്ഞ പോരായിരുന്നത്. അതാവുമ്പോ നമ്മള് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോറം മാളിലോട്ട് വന്നേക്കണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോറം മാളിൽ നിന്ന് ഇറങ്ങണാണ്. നമ്മളിന്ന് വീക്കെൻഡ് ലൈവൊക്കെ പോയായിരുന്നു. കുറച്ച് പേർക്കെങ്കിലും ലൈവ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 11 മണി ആകാറായി ഏകദേശം.
അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കും. ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയാൻ മറക്കരുത്. അപ്പം ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.